അശോക് ധവളയ്ക്കാണ് താങ്കളെന്ന് പരാതി? അതെ അതെ അതെ, അശോക് ധവളയുടെ പേഴ്സണൽ ഐഡിയയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി പൊളിറ്റ് ബ്യൂറോയിൽ അവിടെ കണ്ടു. പുള്ളി പറഞ്ഞു ഞാൻ ഇത് കണ്ടില്ല. അപ്പോഴത്തേക്ക് നടപടിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഞാൻ മധുരയിൽ എത്തുമ്പോഴത്തേക്ക് വാർത്തയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. പുള്ളി അവിടുന്ന് വിട്ടുപോയി, തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അതോടൊപ്പം തന്നെ പറഞ്ഞു ഇനി ഞങ്ങൾ ഇത് ഇവിടുന്ന് കഴിഞ്ഞു, ശേഷം പാർട്ടി കോൺഗ്രസിൻ്റെ ശേഷം വിഷയം കേരള സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്യും. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം കേരളത്തിലെ ഏതെങ്കിലും നേതാക്കൾ താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ? ഇപ്പം ഇന്നലെ മുതൽ അതെ 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 കോൾസ് വരെ വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമാണല്ലോ, നമ്മൾക്കിപ്പം അതിനൊന്നും പറയില്ല. ഞാൻ അല്ലെങ്കിലും ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഞാൻ പാർട്ടിനെയോ പിന്നെ പാർട്ടിൻ്റെ നേതൃത്വത്തിനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു പ്രശ്നം, അതിൽ പാർട്ടി എന്നെ സഹായിച്ചില്ല. ഞാൻ പാർട്ടീൻ്റെ അടുത്ത് പാർട്ടി സപ്പോർട്ടിൽ വന്ന ഒരാൾ, പാർട്ടീൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് ഒരാളെ ദ്രോഹിക്കുമ്പോൾ പാർട്ടിനെ അറിയിച്ചിട്ടും പോലും അന്ന് കോടിയേരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കോടിയേരി ചെയ്ത് അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. അത്രയും പാർട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണൽ ലൈഫിൽ ഒരാൾക്ക് കയറി വന്ന ഒരു ഹെൽപ്പ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ. ഒന്ന്, ഈ രാജേഷ് കൃഷ്ണയ്ക്കയുടെ നിന്ന് പണം കൈപ്പറ്റി ചില മന്ത്രിമാർ എന്ന തരത്തിലുള്ള ആരോപണം ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ സംഭവം ഉണ്ടോ? അല്ല, പണം തട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പി ശശി, തോമസ് ഐസക് എന്നിവരായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം പി ശശി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു ലീഗൽ നോട്ടീസ് വരെ അയച്ചിരുന്നു. എന്തോ ഒരു പണം ഞാൻ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ആ ലീഗൽ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് കേസ് എൻ്റെ വക്കീൽ അപ്പിയർ ചെയ്യാവുമ്പോഴത്തേക്ക് കേസ് ഫയൽ തന്നെ കാണാനില്ല അവിടെ. അതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പി ശശി, തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾക്ക് ബന്ധമുണ്ട്. അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാണ്. പി ശശി രണ്ടാമത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അന്നേരം ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. നമ്മൾ സ്വന്തം ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് വരുന്നതിന് പലതും നടക്കുമെന്നൊക്കെ രീതിയിലൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ബന്ധങ്ങൾ ഇപ്പോൾ അറിയാം. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ബന്ധം, അദ്ദേഹം മകൻ്റെ ട്രസ്റ്റിന് എന്തൊക്കെയോ ഡൊണേഷൻ കൊടുത്തതൊക്കെ പുള്ളി തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടല്ലോ. മകനെ എന്തോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കാശ് കൊടുക്കുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു. എനിക്ക് ഇതൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് ഇത്രയും അധികം കാശ് വെച്ച് കളിക്കാനുള്ള കാശിൻ്റെ സോഴ്സ് എന്താണ്? 16 വരെ ഒരു കുലിയും ഇതും ഇല്ലാത്ത ആൾ, ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിക്കുന്ന ആൾ, 2015-16 മുതൽ ലണ്ടനിൽ പ്രോപ്പർട്ടി വാങ്ങുന്നു, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, കമ്പനികൾ തുടങ്ങുന്നു, കമ്പനീൻ്റെ അവിടെ പല കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ NRI സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയിട്ട് പല തട്ടിപ്പുകൾ നടത്തുന്നു. NRI സ്റ്റാറ്റസൊക്കെ നോക്കേണ്ടതാണ്, കാരണം കൂടുതലും കേരളത്തിലെ ആളുകളുള്ളത്. ഓക്കെ, അയാൾ ഏതെങ്കിലും CPM നേതാവിൻ്റെ ബിനാമിയാണെന്ന് കരുതുന്നുണ്ടോ? ബിനാമിയാണെന്നുള്ളത് എനിക്ക് എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ പാർട്ടിയുടെ ആൾക്കാരുടെ ഇതാണെന്നുള്ള എനിക്ക് UK നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് വളരെ ചുരുക്കം ആൾക്കാരുടെ സാമ്പത്തികം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പിന്നെ UK മുഖേന അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കളുടെ ആണോ? അതെ അതെ. ഈ ശ്യാം എന്താണ് ഈ CPM-ൽ ശ്യാമിന് അത്ര ഭയങ്കരമായ ഒരു കൺട്രോളിങ് ഉണ്ടോ ഈ CPM-ൽ? അല്ലെങ്കിൽ പിതാവിൽ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്നൊക്കെ പറയുമ്പം ഉണ്ടാവുമല്ലോ ചില വിഷയങ്ങളൊക്കെ. അപ്പം അത് എത്രമാത്രം ഉണ്ട് എന്നുള്ള അറിയില്ല. ഞാനിപ്പോൾ ഈ അടുത്ത് എനിക്ക് ഇന്നലെ ഒരു ന്യൂസ് കിട്ടിയത്, തളിപ്പറമ്പിൽ എന്തോ ഒരു ഫെസ്റ്റ് നടത്തിയിട്ട് ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഒരുപാട് പുള്ളിയുടെ പേര് പുറത്ത് വന്നിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ആയിട്ടുണ്ട് എന്ന് കേട്ടു. അതൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ വരിക, അങ്ങനെ ഓരോ വാർത്ത സ്പ്രെഡ് ചെയ്യുമ്പോഴാണല്ലോ മറ്റു പലതും കയറി വരിക. അതിൽ പുള്ളി ഒരുപാട് പേരെ വെറുപ്പിച്ചിട്ടുണ്ട്. അവിടെ പല ആർട്ടിസ്റ്റുകളും പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇന്നലെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു. അതിൽ കണ്ണൂർ ഭാഗത്തുള്ള ഒരു CPM-ലുള്ള ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് വിളിച്ചിങ്ങനെ ഓരോരുത്തർ പറയാം, അത് കേൾക്കാമെന്നല്ലാതെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ കേൾക്കാം, അത്രയേ ഉള്ളൂ. അതെയോ? ശ്യാമിന്റെ വിദേശ യാത്രകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. അങ്ങനെ ശ്യാമിന്റെ വിദേശ യാത്രയൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊന്നും തെറ്റു പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട അയാൾ ചീഫ് അസോസിയേറ്റ് ആണ്. ആരുടെ? രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടറുടെ ചീഫ് അസോസിയേറ്റ് ആണ്. സിനിമയുടെ വിദേശയാത്ര എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷൻ കമ്പനി അല്ലെ പ്രൊഡ്യൂസർ വഹിക്കുന്ന ചിലവാണ്. യാത്രാ ടിക്കറ്റായാലും ചിലവായാലും അവിടുത്തെ റൂമായാലും എല്ലാ കാര്യങ്ങളായാലും അത് ശമ്പളത്തിൻ്റെ പുറമെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ പ്രൊഡക്ഷൻ കമ്പനിയാണ് കൊടുക്കുന്നത്.